വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളം. ഏവർക്കും ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നലെ വൈകിട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മൊത്തം നെഞ്ച് തകർക്കുന്ന ഒരു വാർത്ത ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ടത്. അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ 3 വർഷത്തെ തുടർച്ചയായ പ്ലേ ഓഫിനൊക്കെ ക്വാളിഫൈ ചെയ്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം ഇവാൻ വുക്കോവിനോവിച്ച്, ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം കോച്ച് ഇവാൻ ആശാൻ അങ്ങനെ ടീം വിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ലൈക്കും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് എടുക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കപ്പിത്താൻ ഇവാൻ ആശാൻ പടിയിറങ്ങി. ഇനി ആര്? അതാണ് ചോദ്യം. ആ ഒരു കുറവ് നികത്താൻ എത്ര വലിയ കോച്ചുമാരെ കൊണ്ടുവരാനാകും ബ്ലാസ്റ്റേഴ്സിന് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതുപോലെയുള്ള ഒരു കോച്ച് ആരാധകർക്ക് വേണ്ടി സംസാരിക്കാനും ഒരു ആരാധകരുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോച്ചും ഇതുവരെ ബ്ലാസ്റ്റേഴ്സിലും ISLലും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കോച്ചിൻ്റെ ഒരു കുറവ് നികത്താൻ ഇനി വരാൻ പോകുന്ന കോച്ചുമാർക്ക് സാധിക്കുമോ എന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഇതുപോലെയുള്ള ഒരു ഐറ്റം അത് വേറെ എവിടെയുമില്ല. മറ്റൊരാൾക്കും പകരം വയ്ക്കാനുമാകില്ല. ഒരു പൂ ചോദിച്ച കേരളീയർക്ക് ഒരു പൂക്കാലം തന്ന് വസന്തമുണ്ടാക്കിയ ആളായിരുന്നു ഇവാൻ വുക്കോവിനോവിച്ച്. താൻ വന്ന് ആദ്യ വർഷം തന്നെ ഫൈനലിൽ റണ്ണേഴ്സപ്പായി ബ്ലാസ്റ്റേഴ്സിനെ അവസാനിപ്പിച്ചായിരുന്നു. വലിയ പ്രതീക്ഷകളാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് സമ്മാനിച്ചിട്ടുള്ളത്. അദ്ദേഹം വരുന്നതിന് മുമ്പ് ടീം കിടന്നിരുന്ന സ്ഥാനം 10ഉം 11ഉം ആയിരുന്നു. അദ്ദേഹം വന്നതിന് ശേഷം പ്ലേ ഓഫ് 6ാം സ്ഥാനത്തിനുള്ളിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ 2 വർഷവും 3 വർഷവും പ്ലേ ഓഫിൽ അടുപ്പിച്ച് ബ്ലാസ്റ്റേഴ്സ് കയറിയിട്ടുമുണ്ട്. അതൊരു ചരിത്രം തന്നെയാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിക്കൊടുത്ത കോച്ചും. അതുപോലെ തന്നെ ആരാധകരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചുകൊണ്ട് സംസാരിക്കാൻ, അതുപോലെ തന്നെ തെറ്റായ റഫറിങ്ങിനെതിരെയും തെറ്റായ തീരുമാനങ്ങൾക്കെതിരെയും ശബ്ദമുയർത്തി ആണത്തത്തോടെ നട്ടലുയർത്തിക്കൊണ്ട് സംസാരിച്ച ഒരു കോച്ചായിരുന്നു ഇവാൻ വുക്കോവിനോവിച്ച്. മറ്റു കോച്ചുമാരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു ഇദ്ദേഹം എന്ന് തന്നെ പറയണം. പക്ഷേ ഇവിടുത്തെ ഈ ഒരു പറഞ്ഞാലും മനസ്സിലാവില്ല. പട്ടിയുടെ വാല് പന്തിരാണ്ട് കോലിട്ടാലും അത് നിവരില്ല എന്ന് പറയുന്ന പോലെയാണ് ISLൻ്റെ കാര്യം. റഫറിങ്ങിൻ്റെ ആയാലും മറ്റു ഡിസിഷനുകളിൽ AFFൻ്റെ ഡിസിഷൻ ആയാലും. എന്നാൽ കൂടി നിരവധി പ്രശ്നങ്ങളും ബാനുകളൊക്കെ ലഭിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ മുമ്പോട്ട് പോയി. ഈ സീസണിൽ പ്ലേ ഓഫ് കളിച്ചു, ജയം പ്രതീക്ഷിച്ചിരുന്നു. അവസാന നിമിഷത്തിലാണ് എല്ലാം പോയത്. നല്ലൊരു പ്രകടനം തന്നെയായിരുന്നു ഇവാൻ വുക്കോവിനോവിച്ചിൻ്റെ കീഴിൽ ഈ സീസൺ കാഴ്ചവെച്ചത്, ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ. പക്ഷേ പരിക്കാണ് ബ്ലാസ്റ്റേഴ്സിനെ പിടിച്ചു കുലുക്കിയത് എന്ന് തന്നെ പറയാം. കാരണം ഈ പരിക്ക് പറ്റിയ പ്ലേയേഴ്സിനെ വെച്ച് വേണേൽ ഒരു ടീം തന്നെ ഉണ്ടാക്കാനുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഏതായാലും നന്ദി ഇവാൻ ആശാൻ. ഒരുപാട് നല്ല നിമിഷങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമ്മാനിച്ചു. ഒരുപാട് നന്ദി. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.